ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ആദ്യ ലാലിഗ കിരീടത്തിലേക്ക് അടുക്കുകയാണ് ബാഴ്സലോണ. ബുധനാഴ്ച മയോർക്കയ്ക്കെതിരായ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ജയം പിടിച്ചു ബാഴ്സലോണ നിർണായക പോയിന്റ് സ്വന്തമാക്കി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള റയൽ മാഡ്രിഡിനേക്കാൾ ബാഴ്സയ്ക്ക് 7 പോയിന്റ് ലീഡുണ്ട്. ഹാൻസി ഫ്ലിക്ക് കഴിഞ്ഞ വർഷം മെയിൽ ചുമതല ഏറ്റെടുത്തത് മുതൽ മികച്ച ഫുട്ബോളുമായി നിറയാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി 5 മത്സരങ്ങൾ കൂടിയാണ് ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് മുൻപിലുള്ളത്. റയലിന് ബാക്കിയുള്ളത് 6 മത്സരങ്ങളും. ഇനിയുള്ള തങ്ങളുടെ 5 മത്സരങ്ങളും ബാഴ്സ ജയിച്ചാൽ ലാലിഗ കിരീടം ഒരിക്കൽ കൂടി ക്യാമ്പ് നൗവിലേക്ക് പോരും. തങ്ങളുടെ ബാക്കിയുള്ള 5 മത്സരങ്ങളിലും ബാഴ്സയ്ക്ക് ജയിക്കാനായാൽ പിന്നെ റയൽ മാഡ്രിഡിന്റെ മത്സരഫലങ്ങളിലേക്ക് ബാഴ്സയ്ക്ക് നോക്കേണ്ടി വരില്ല. അവസാന മാച്ച് ഡേയിൽ ബാഴ്സയ്ക്ക് ലാലിഗ കിരീട നേട്ടം ആഘോഷിക്കാനാവും. അതല്ല, റയൽ മാഡ്രിഡ് വ്യാഴാഴ്ച ഗെറ്റാഫയ്ക്കെതിരായ മത്സരം തോറ്റാൽ മെയ് 11 നടക്കുന്ന എൽ ക്ലാസിക്കോയിൽ ജയിച്ച് ബാഴ്സയ്ക്ക് ലാലിഗ കിരീട നേട്ടം ആഘോഷിക്കാനാവും. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായതിന്റെ ദുഃഖം ലാലിഗ കിരീട നേട്ടത്തോട് ആഘോഷിക്കുകയാണ് റയൽ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ റയലിലെ ലാലിഗ കിരീടത്തിലേക്ക് ഇനി എത്തണമെങ്കിൽ അവരുടെ മത്സരഫലങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവില്ല. പക്ഷേ ബാഴ്സയുടെ ഷെഡ്യൂൾ ഹാൻസി ഫ്ലിക്കിനെയും സംഘത്തെയും അലോസരപ്പെടുത്തുന്നുണ്ട്. മെയ് ആദ്യ ആഴ്ചയിലാണ് ബാഴ്സയുടെ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിലെ ഇന്ററിനെതിരായ ആദ്യപാദ മത്സരം. ലാലിഗയിൽ റയൽ വയഡോളിഡ്, റയൽ മാഡ്രിഡ്, എസ്പാനിയോൾ, വിയാറയൽ, അത്ലറ്റിക് ക്ലബ്ബ് എന്നിവർക്കെതിരായാണ് ബാഴ്സയുടെ ഇനിയുള്ള മത്സരങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ബാഴ്സ തോൽവിയിലേക്ക് വീണാൽ റയലിന്റെ പ്രതീക്ഷകൾ വർദ്ധിക്കും. വ്യാഴാഴ്ച ഗെറ്റാഫയ്ക്കെതിരെയും ഞായറാഴ്ച സെൽറ്റാ വിഗോയ്ക്കെതിരെയും എൽ ക്ലാസിക്കോയിൽ ബാഴ്സയ്ക്കെതിരെയും ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ഫ്ലിക്കിനും സംഘത്തിനും ഒപ്പമെത്താനാവും റയലിന്. ലാലിഗ പോയിന്റ് പട്ടികയിൽ നിലവിൽ 33 കളിയിൽ നിന്ന് 76 പോയിന്റാണ് ബാഴ്സലോണയ്ക്കുള്ളത്. 32 കളിയിൽ നിന്ന് റയൽ മാഡ്രിഡിനുള്ളത് 69 പോയിന്റും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.